الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ما أصاب من مصيبة إلا بإذن الله ومن يؤمن بالله يهد قلبه والله بكل شيء عليم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാവനം ചെയ്തും മുസ്ലിമായി മുഅ്മിനായി മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ പഠിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മരണം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഒന്നും പറയാതെ മനുഷ്യനെ കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളുടെ നിരർത്ഥകത മരണം എന്ന ഒരു തലക്കെട്ടിൽ നമ്മൾ ഒരു മാസം മുമ്പുള്ള ഒരു ഖുതുബയിൽ പ്രതിപാദിച്ചിരുന്നു. എന്നാൽ ഇസ്ലാം മാത്രമാണ് ഈ ഒരു പരമ യാഥാർത്ഥ്യത്തിനെ എങ്ങനെയാണ്, എന്താണ്, എவ்விதമാണ് അതിനെ ഡീല് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ച ഒരു മതം അള്ളാഹുവിന്റെ മതം മാത്രമാണ്. മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കും കൃത്യമായ അധ്യാപനങ്ങളാണ് അള്ളാഹുവിന്റെ മതത്തിലുള്ളത്. അവിടെ രണ്ട് തരത്തിലുള്ള അധ്യാപനങ്ങളുണ്ട്. ഒന്ന്, മരണത്തെ നേരിടാൻ പോകുന്ന ഒരു മനുഷ്യൻ അവൻ ആ മരണത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഒരുക്കങ്ങളും പ്രതികരണങ്ങളും എങ്ങനെയായിരിക്കണം. രണ്ടാമത്തേത്, മരണം ആസന്നമായ ഒരു മനുഷ്യന് മറ്റ് മനുഷ്യർ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്. ഇത് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഇസ്ലാമിലല്ലാതെ ആ അധ്യാപനങ്ങളെ ഇത്രയും കൃത്യമായി വിശദീകരിക്കുന്ന ഒരു മനുഷ്യ വിജ്ഞാനങ്ങളെയും നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കുകയില്ല. മരണം ഏത് സമയത്തും സംഭവിക്കുമെങ്കിലും മരണം പ്രായാധിക്യം കൊണ്ടോ രോഗം കൊണ്ടോ ഒരാൾ മനസ്സിലാക്കിയാണ് ഞാൻ മരിക്കാൻ പോവുകയാണ്, എന്റെ മരണം ഏകദേശം ആയിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നുകയാണെങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുക എന്നതാണ്. ചിലപ്പോ മരണം കൊതിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് മനുഷ്യൻ എത്താറുണ്ട്. വാർദ്ധക്യം ബാധിച്ചും വേദന കൊണ്ടും എങ്ങനെങ്കിലും ഈ ദുനിയാവിൽ നിന്നൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. അതല്ല, ഒരുപക്ഷെ മനുഷ്യൻ ഇനിയും ജീവിക്കാൻ കൊതിക്കുന്ന ഒരു സന്ദർഭത്തിലായിരിക്കും മരണം അവന്റെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ അവന് തോന്നുന്നത്. എന്തായാലും മുഅ്മിനായ ഒരു മനുഷ്യൻ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒന്നാമത്തത് അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്നതാണ്. കാരണം എന്താണ്? അവന്റെ അഖീദ, ഈമാനിന്റെ ഭാഗമാണ് മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഗാബുനിൽ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ ഒരു മുസീബത്തും ഒരു ദോഷവും ഒരു പ്രയാസവും
ബാധിക്കുകയില്ല. ഇതിനില്ല, അള്ളാഹുവിന്റെ ഇതിനോടുകൂടിയല്ലാതെ. അപ്പൊ ഇതാണ് എന്റെ മരണം എന്നെങ്കിൽ ഈ സമയത്താണ് ഞാൻ മരിക്കുക എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സുനിശ്ചിതമായി നടക്കും. അത് അള്ളാഹുവിന്റെ തഖ്തീത്തിന്റെ, അതായത് തഖ്തീത്തുർ റബ്ബാനി, അള്ളാഹുവിന്റെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. ഞാൻ അവന്റെ അടിമ മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു അത് ഒരു തൃപ്തി നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക എന്നതാണ്. ആരെങ്കിലും അള്ളാഹുവിൽ കൃത്യമായ നിലക്ക് വിശ്വസിച്ചാൽ അവന്റെ ഹൃദയത്തിന് അള്ളാഹു കൃത്യമായൊരു വഴി കാണിക്കും. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹു എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയുന്നവനാണ്. അപ്പോൾ അൽ അവ്വൽ അവൻ എന്താവുക എന്നതാണ്, യുസ്ബിറ ഫീ മുസീബത്തി, അവൻ അള്ളാഹുവിന്റെ തൃപ്തിയിൽ, അവന് ബാധിച്ച ആ മുസീബത്തിൽ അവൻ അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്നതാണ്. അതാണ് ആദ്യം നമ്മൾ ഒരുക്കി വെക്കേണ്ട ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്ന അതാണ്. മനസ്സിന്റെ ശക്തിയാണ് ഏറ്റവും വലിയ മരുന്ന്. രണ്ടാമത്തേത് അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് ഹുസ്നുൽ വന്നു ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക. പടച്ചോൻ എന്തൊരു പണിയാണ്, എനിക്ക് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടത്, എനിക്കെന്നാണല്ലോ ഇത് പറ്റിയത്. ഇങ്ങനെയൊന്നും വിചാരിച്ചു കൂടാത്ത ഒരു സമയമാണ് മരണത്തെ മനുഷ്യൻ മുന്നിൽ കാണുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ടത്. കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന്റെ 3 ദിവസം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. എന്താണത്? അൻ ജാബിർ ബിൻ അബ്ദില്ലാഹി ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല മൗതിഹി ബിസലാസതി അയ്യാമിൻ യഖൂൽ, നബിയുടെ മരണത്തിന്റെ 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് പറയുകയാണ്, ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ദന്ന ബില്ലാഹി അസ്സ വജൽ. റവാഹു മുസ്ലിം. ഒരു മനുഷ്യൻ ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചു കൊണ്ടല്ലാതെ മരിച്ചു പോകാൻ പാടില്ല. അൽഹംദുലില്ലാ, എനിക്ക് ഇത്രയും കിട്ടിയല്ലോ, ഈ ദുനിയാവിൽ വരാൻ സാധിച്ചല്ലോ, ഇത്രയും അമല് ചെയ്തല്ലോ, എന്തെല്ലാം നന്മകൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് അവരെന്നെ ഒരിക്കലും കൈവിടുകയില്ല. എന്റെ പാപങ്ങൾ പുറത്തു തരാൻ ആകാശത്തോളം കടലിലെ തിരമാലകളോളം പാപം ചെയ്തവനെയും പുറത്തു കൊടുക്കാൻ സന്നദ്ധനായ കാരുണ്യവാന്റെ അടുത്തേക്കാണല്ലോ ഞാൻ പോകുന്നത് എന്ന സന്തോഷമാണ്. ആ സന്തോഷം തിരിച്ചു പിടിക്കാനാണ് ഈമാൻ കൊണ്ട് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ എന്നതാണ്. അതേപോലെ തന്നെ മൂന്നാമത്തത് മരണത്തെ കൊതിക്കാൻ പാടില്ലെന്നതാണ്. അഥവാ എന്തൊരു പ്രയാസത്തിലാണ് അവനുള്ളതെങ്കിലും, ക്യാൻസർ പോലുള്ള വേദന കൊണ്ട് പുളയുന്ന അപകടങ്ങൾ പറ്റി ഒരുപക്ഷെ കൈകാലുകളും എല്ലുകളും എല്ലാം ചിതറി മരണം ഇങ്ങനെ തൊട്ടുമാടി വിളിച്ചു നിൽക്കുന്ന നേരമാണെങ്കിൽ പോലും, എത്ര സഹിക്കവയ്യാത്ത സമയത്ത് പോലും ഒരു മുസ്ലിം ലാ തതമന്നൽ മൗത്ത്, മരണത്തെ കൊതിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അനസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യതമന്ന അഹദുകുമുൽ മൗത്ത്, നിങ്ങൾ ഒരാളും തന്നെ അവൻ മരണത്തെ കൊതിക്കരുത്. ലിദുർരിൻ നസല ബി, അവന് ഉണ്ടായ ഒരു ഉപദ്രവത്തിന്റെ പേരിൽ, ഒരു പ്രയാസം കാരണം മരണം കൊതിക്കാൻ പാടില്ല. ഫഇൻ കാന ലാ ബുദ്ദ മുതമന്നിയൻ അൽ മൗത്ത്, ഇനി ഒരു മനുഷ്യൻ മരിക്കാനില്ലാതെ രക്ഷയില്ല, അതാണ് ഏറ്റവും എനിക്ക് നല്ലത് എന്നവന് അങ്ങേതല സത്യസന്ധമായി തോന്നിയാൽ പോലും ഫൽയഖുൽ, അവൻ എന്തു പറയണം? അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി, അല്ലാഹുവേ എനിക്ക് ഹയാത്ത്, എനിക്ക് ജീവിതം നല്ലതാകുന്നിടത്തോളം കാലം പടച്ചോനെ നീ എന്നെ ജീവിപ്പിക്കണമേ. വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി, എനിക്ക് മരണം എപ്പോഴാണോ ഖൈറാകുന്നത് അപ്പോൾ നീ എന്നെ മരിപ്പിക്കണമേ. അതാണ്, അങ്ങനെ പാടുള്ളൂ. അല്ലാതെ പടച്ചോനെ എന്നൊന്ന് മരിപ്പിച്ചുകൊണ്ട്, പടച്ചോനെ എന്നൊന്ന് നശിപ്പിച്ചുകൊണ്ട്, എന്നെ കൊണ്ട് ഇത് സഹിക്കാൻ വയ്യ എന്ന് പറയാൻ പാടില്ലെന്നാണ് ഈമാനിന്റെ വെളിച്ചത്തിൽ ഇസ്ലാം മനുഷ്യൻ മരണവുമായി ബന്ധപ്പെട്ട ആ ഏറ്റുമുട്ടലിൽ, അല്ലെ ആ കണ്ടുമുട്ടലിൽ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട നിലപാട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നാലാമത്തേത്, മറ്റുള്ളവരുടെ അവകാശങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് വേഗം, അമാനത്തുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു തീർക്കുക, അല്ലെങ്കിൽ വേഗം അവരുമായുള്ള ഇടപാടുകൾ തീർക്കുക എന്നത് മരണത്തോടനുബന്ധമായി ഒരു മുസ്ലിം ചെയ്തു വെക്കേണ്ടതാണ്.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ കാനത് ഇൻദഹു മദ്ലിമത്തുൻ ലിഅഖീഹി ഫൽയതഹല്ലൽ മിൻഹാ. ആർക്കെങ്കിലും വല്ല തെറ്റുകളും പാപങ്ങളും ഒരു മനുഷ്യനോട് വീഴ്ചകളും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവന്റെ ഒരു അവകാശം, ഒരു അക്രമം അവനോട് കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവൻ അതിൽ നിന്ന് തഹല്ലുലാവട്ടെ, അതിൽ നിന്ന് പുറത്തു വരട്ടെ. ഒന്നുകിൽ അമാനത്ത് തിരിച്ചു കൊടുക്കുക, അദ്ദുൽ അമാനത ഇലാ അഹ്ലിഹ, അതല്ലെങ്കിൽ അവനോട് മാപ്പപേക്ഷിക്കുക. വ്യക്തിപരമായോ പേരുകൊണ്ടോ വാക്കുകൾ കൊണ്ടോ അഭിമാനക്ഷതം ഏൽപ്പിക്കുകയോ ചെയ്യുന്ന തെറ്റുകളാണ് ചെയ്തു പോയതെങ്കിൽ മാപ്പപേക്ഷിക്കുക. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഫഇന്നഹു ലൈസ ثم دينار ولا درهم من قبل ان يؤخذ لاخيه من حسناتي. ഒരു മനുഷ്യന് അവന്റെ മരണമായി കഴിഞ്ഞാൽ മറ്റുള്ളവന്റെ എല്ലാ അവകാശങ്ങൾക്കും പകരം ഇവന്റെ നന്മകളിൽ നിന്ന്, കണ്ടോ, പൈസ ആവശ്യമില്ലല്ലോ. പരലോകത്താർക്കെങ്കിലും പൈസ വേണോ? ദിനാറ് വേണോ? ഒന്നും വേണ്ടല്ലോ. എന്റെ കാറ് നീ എടുത്തോ, എന്റെ വീട് നീ എടുത്തോ, എന്റെ പണം നീ എടുത്തോ എന്ന് പറയുന്ന ഒരു അവസ്ഥ പരലോകത്ത് ഉണ്ടാവില്ലല്ലോ. പിന്നെന്താ? ഒരു മനുഷ്യനോട് ഞാൻ ഒരു അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതൊന്ന് തിരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ എന്നിൽ നിന്ന് നഷ്ടപരിഹാരം അവൻ അള്ളാഹു എടുത്തു കൊടുക്കുക. എന്തെന്നാ? മിൻ ഹസനാതിഹി, അവന്റെ നന്മയിൽ നിന്നാണ്. അപ്പൊ അവന്റെ നന്മ തീർന്നു പോയാലോ, ഫഇല്ലം യകുൽ ലഹു ഹസനാതുൻ ഉഖിദ മിൻ സയ്യിആതി അഖീഹി ഫതുരിഹത് അലൈഹി. റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി പറയാണ്, ഇനി ഒരാൾക്ക് നന്മയില്ല, ഹസനാത്തില്ലെങ്കിൽ ഈ സഹോദരന്റെ തിന്മകൾ ഇദ്ദേഹത്തിന്റെ മേലേക്ക് എടുത്തെറിയപ്പെടും. അങ്ങനെ അദ്ദേഹം അവന്റെ പാപങ്ങളും ഏൽക്കുന്ന ഒരു സമയം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ കൊടുക്കാനും വാങ്ങാനുള്ളതൊക്കെ കൊടുത്തു കളയണം, മാപ്പപേക്ഷിച്ച് കളയണം, പൊരുത്തപ്പെടിപ്പിച്ച് കളയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഞ്ചാമത്തത്, വസിയത്തുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക എന്നതാണ്. അൻയക്തുബൽ വസിയ, ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ തനിക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്ത, അതല്ലെങ്കിൽ തന്റെ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് തന്റെ അവകാശങ്ങളിൽ നിന്ന്, തന്റെ മുതലുകളിൽ നിന്ന് അനന്തരം ലഭിക്കാത്ത ആളുകൾ, അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നൊരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഒരു പക്ഷേ നമ്മൾ മരിക്കാനാവുമ്പോഴേക്കും ഒരുപാട് മുതലുകൾ നമ്മളുടെ അണ്ടറിൽ വന്നിരിക്കാം, നമ്മുടെ മുൽക്കിയത്തിൽ, ഓണർഷിപ്പിൽ ഉണ്ടാകാം. എല്ലാം ഒന്നും മക്കൾക്ക് വേണമെന്നില്ല, അല്ലെ കുടുംബക്കാർക്ക് വേണമെന്നില്ല, അല്ലെ മാത്രവുമല്ല അവർക്കും അള്ളാഹു അവരുടേതായ വഴികളിൽ കൊടുക്കുമെങ്കിൽ അവന് വസിയത്ത് ചെയ്തു വെക്കാവുന്നതാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ ലഹു ശൈഉൻ യൂസിബി. ഒരു മനുഷ്യന് വല്ലതും വസിയത്ത് ചെയ്യണമെന്ന് അവൻ തീരുമാനിച്ചാൽ, യബീതു ലൈലതൈനി ഇല്ലാ വസിയതുഹു മക്തൂബൻ ഇൻദ, 3 ദിവസത്തിന്റെ ഉള്ളിലെങ്കിൽ 2 രാത്രിക്കപ്പുറം ആ വസിയത്ത് കൊണ്ടുപോകാൻ പാടില്ല. ഒരു ഘട്ടത്തിൽ നമുക്കൊരു നിർണായകമായ ഒരു തീരുമാനം ഉണ്ടായി, എന്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് ഇത്ര ഒരാൾക്ക് കൊടുക്കണം, ഒരു സ്ഥാപനത്തിന് കൊടുക്കണം, പള്ളിക്ക് കൊടുക്കണം, വ്യക്തിക്ക് കൊടുക്കണം, എന്റെ കുടുംബത്തിലെ എന്റെ പെങ്ങളെ മോള് അവർ കഷ്ടപ്പാടിലാണ്, അല്ലെ അവൾക്ക് നാഥനില്ല, ഭർത്താവില്ല, അവൾക്കൊരു ജീവിതമാർഗം ഉണ്ടാവണം, എന്റെ കൂടെ നിന്ന എന്റെ സേവകൻ, എന്റെ ഡ്രൈവർ, അതല്ലെങ്കിൽ എന്റെ പുറയിലെ കാര്യസ്ഥൻ, ഇങ്ങനെയൊക്കെ അവരൊക്കെ മരിക്കുന്നതോടുകൂടി മക്കൾ അവരൊക്കെ പിരിച്ചുവിടും. എന്നാൽ കാക്ക പോയിക്കോളി, എന്നാ പോകുന്നത്, നമ്മൾ വണ്ടി വിളിച്ചു തരാ, ചിലപ്പോ പോകുമ്പോൾ സന്തോഷിപ്പിക്കാൻ ഏറിയ ഒരു ബസ്സിനൂലി എന്നൊക്കെ പറഞ്ഞ 1000 ഉറുപ്പിക എടുക്കും. ചിലപ്പോ 50 കൊല്ലമോ 40 കൊല്ലമോ നമ്മളെ നിരന്തരമായി സേവിച്ച ഒരു മനുഷ്യനായിരിക്കും. മക്കളെ വിളിച്ചാൽ കിട്ടാത്തടത്ത് രാവും പകലും രാത്രിയും പ്രഭാതത്തിലും പ്രദോഷത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും നമ്മളോടൊപ്പം നിന്ന ആളുകൾ. അങ്ങനത്തെ ആളുകൾക്കൊക്കെ വല്ലതും കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്, കൊടുക്കാവുന്നതാണ്, കൊടുക്കേണ്ടതാണ്. അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വസിയത്ത് എഴുതി വെക്കുക എന്നതാണ്. പക്ഷേ ഇസ്ലാമിൽ വസിയത്തിനൊരു നിബന്ധനയുണ്ട്. 1/3 സുലുസ്, ഏറ്റവും മാക്സിമം നമ്മുടെ സമ്പത്തിന്റെ 1/3 മാത്രമേ മരണസമയത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വസിയത്ത് എഴുതി വെക്കാൻ പാടുള്ളൂ. ബാക്കി നമ്മുടെ അനന്തരാവകാശികൾക്കുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, നമുക്ക് കുറെ സമ്പത്തൊക്കെ ഉണ്ട്, നമ്മൾ മരിക്കാൻ പോവുക, മക്കളൊന്നും നല്ല ഡീലിംഗ് അല്ല നമ്മളോട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അറിയാതെ മറ്റെല്ലാ മതങ്ങൾക്കും അങ്ങനെ ഒരു നിർബന്ധ അവസ്ഥയല്ല. എന്നാൽ ഇസ്ലാമിലെ അനന്തരാവകാശം അത് സേഫ് ആണ്. ഒരു മനുഷ്യന് അതിൽ കൈയിടാൻ പറ്റൂല, ഒരു വിൽപത്രം എഴുതി വെക്കാൻ പറ്റില്ല. കാരണം എന്താ? ലഹു മുൽക്കു സമാവാതി വൽ അർദ്,
അള്ളാഹുവിനാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിലുള്ളതിന്റെയും അധികാരം. മവാരീസ് അള്ളാഹുവിൻ്റെതാണ്. അവൻ നിശ്ചയിച്ചിട്ടാണ് നമ്മൾ ജനിച്ചത്, അവൻ നിശ്ചയിച്ചിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്, അവൻ നിശ്ചയിച്ചിട്ടാണ് അവന്റെ പരിമിതമായ റിസ്ക്കിൽ നിന്ന് നമ്മെ അള്ളാഹു പരീക്ഷണാർത്ഥം ചിലതിന് ഉടമപ്പെടുത്തിയത്. അത് തിരിച്ചു പോകുമ്പോ അള്ളാഹുവിന് അതിന്റെ കണക്കുകളുണ്ട്, അതിന്റെ എക്സൽ ഷീറ്റ് അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. വസിയത്തില്ലാതെ തന്നെ മവാരീസ് കൃത്യമായി ഇസ്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്ത് നിങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ അധികാരമുള്ളത് നിങ്ങളുടെ സ്വന്തമായുള്ള അധികാരം എന്ന് പറയുന്നത് നിങ്ങളുടെ സമ്പത്തിന്റെ 1/3 അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വസിയത്ത് ചെയ്യാവുന്നതാണ്. അങ്ങനെ വസിയത്ത് ചെയ്യാനുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ ഹജ്ജ് ചെയ്തിട്ടില്ല, നമുക്കൊരു ഉംറ ചെയ്യാൻ ഒരാൾക്ക് ഉംറക്ക് പറഞ്ഞയപ്പിക്കണം, അതൊക്കെ ആളെ നിശ്ചയിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ മരിച്ചാൽ ആരാണ് നമ്മളെ കുളിപ്പിക്കേണ്ടത്, ആരാണ് നമുക്ക് ഇമാമ് നിൽക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് വസിയത്ത് ചെയ്യാവുന്നതാണ്. അങ്ങനെ വസിയത്ത് വല്ലതും ഉണ്ടെങ്കിൽ ചെയ്തു വെക്കുക എന്നത് മരണത്തെ മുന്നിൽ കാണുന്ന വിചാരിക്കുന്ന നേരത്ത് നമ്മൾ ഒരു മുസ്ലിം ചെയ്യേണ്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. മരണം വളരെ അടുത്തു എന്ന് ഉറപ്പായും മനസ്സിലായാൽ, നമുക്ക് അറിയാവുന്ന ഇനിയൊരു റിക്വയർ ഇല്ല, ഇനിയൊരു ഒരു മാറ്റം, ഒരു തിരിച്ചുവരവില്ലെന്ന് ഉറപ്പായാൽ, മരണത്തിന്റെ സമയമായി എന്ന് ഏകദേശം നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ ഉറപ്പായാൽ പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അല്ലാഹുവേ, എന്നോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ഉന്നതരായ കൂട്ടുകാരോടൊപ്പം എന്നെ ചേർക്കുകയും ചെയ്യണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ആക്കാൻ ശ്രമിക്കുക. അത് പറഞ്ഞതിന് ശേഷം മറ്റു വല്ല വർത്തമാനവും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാവുന്നതാണ്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതിയാവുന്നതാണ്. പക്ഷേ അവന്റെ അവസാനത്തെ വാക്ക് മൻ കാന ആഖിറു കലിമത്തിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ അവൻ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവൻ തൽഖീൻ, അവന് അള്ളാഹുവിന്റെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ശ്രമിക്കുക. ഈ കാര്യങ്ങളാണ് ഒരു മരണത്തെ മുന്നിൽ കാണുന്ന ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അള്ളാഹുവിന്റെ ദീനും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും അറിഞ്ഞും അംഗീകരിച്ചും മുസ്ലിമായി മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം, പഠിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. ഇനി മരണമായി കഴിയുന്ന ഒരു മനുഷ്യനോട് അവന്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്കുള്ള ബാധ്യതകൾ എന്താണെന്നും കൂടി ഖുർആൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ആ ആയി കഴിഞ്ഞാൽ രോഗത്തെ സന്ദർശിക്കുക, രോഗിയെ സന്ദർശിക്കുക എന്നതാണ്. അതേപോലെ തന്നെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ അദ്ദേഹം മരണമായി കഴിഞ്ഞു, ഒരു അപകടത്തിലാണ്, നമുക്കറിയാം അദ്ദേഹം അവസാന ശ്വാസത്തിലാണ്, നിലനിൽക്കുന്നു തോന്നുന്നില്ല, നമ്മൾ ആംബുലൻസ് കയറ്റി അല്ലെങ്കിൽ ആംബുലൻസ് വരാൻ വൈകി, നമുക്കറിയാം, എങ്കിൽ അയാൾക്ക് നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക എന്നതാണ്. അടുത്തിരിക്കുന്ന ആളുകൾ അത് അനന്തരാവകാശികളാകരുത് എന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു നിർണായക ഘട്ടത്തിലല്ല അത് ഉദ്ദേശിച്ചത്. മരണമൊക്കെ ആസന്നമായി, വയസ്സായി, മരണം സക്രാത്തിന്റെ ഹാലിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, അവിടെ അനന്തരാവകാശികൾ അത് ചൊല്ലിക്കൊടുക്കുമ്പോൾ ഇയാളൊന്ന് മരിച്ചു കിട്ടട്ടെ എന്നൊരു ഫീലിംഗ് എങ്ങാനും ശൈത്താൻ അതിന്റെ ഉള്ളിൽ കൂടെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച റസൂൽ അത് നിരോധിച്ചത്. മറ്റുള്ളവർ ചൊല്ലിക്കൊടുക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അൻ അബീ സഈദിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ് റവാഹു മുസ്ലിം. നിങ്ങൾ മരണമാസന്നമായി കിടക്കുന്ന ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക.
രണ്ടാമത്തത്, ഒരു അവിശ്വാസിയാണെന്ന് വിചാരിക്കുക, മരണം ആസന്നമായി കിടക്കുന്നു, സാധിക്കുമെങ്കിൽ നിങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് വിളിക്കാൻ, അവസാനം അള്ളാഹുവിൽ വിശ്വസിച്ച് മരിക്കാൻ ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ അതിനെ ഓർമ്മിപ്പിക്കണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്റെ ഏറ്റവും അടുത്ത ഏറ്റവും വലിയ സഹായിയായിരുന്ന പ്രവാചകന്റെ എളാപ്പ മരിക്കുമ്പോ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ നാളെ പടച്ചവന്റെ അടുത്തൊരു പക്ഷെ എനിക്കൊന്ന് വാദിച്ചു നോക്കാം. പക്ഷെ അബൂജഹൽ തന്റെ തൊട്ടപ്പുറത്തിരുന്ന് പറഞ്ഞു, എന്റെ പാരമ്പര്യ മതം വിട്ടു പോയാൽ ആളുകൾ നിന്നെ ആക്ഷേപിക്കും മരണശേഷം. അങ്ങനെ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി അദ്ദേഹം ചെല്ലാതെ തന്നെയാണ് മരിച്ചത് എന്നതാണ് സത്യം. പക്ഷെ പ്രവാചകൻ ശ്രമിച്ചു നോക്കിയിരുന്നു. രണ്ടാമത്തത്, പ്രവാചകന് ജൂതനായ ഒരു കുട്ടി ഒരു സേവകനായി ഉണ്ടായിരുന്നു. അവൻ രോഗിയാണെന്ന് കേട്ടപ്പോൾ നബി അദ്ദേഹത്തിന് ആ കുട്ടിയെ സന്ദർശിക്കാൻ വീട്ടിൽ ചെന്നു. പക്ഷെ പോയി നോക്കുമ്പോൾ കുട്ടി ഗുരുതരാവസ്ഥയിലാണ്. അങ്ങനെ അടുത്ത് അച്ഛനുണ്ട്, പിതാവുണ്ട്. പിതാവിന്റെ അടുത്ത് തന്നെ മരണമാസന്നമായി എന്ന് കണ്ടപ്പോ ആ കുഞ്ഞിനോട്, ആ മകനോട്, ആ കുട്ടിയോട്, അല്പം വിവേകമെത്തിയ കുട്ടിയാണ്, ആ കുട്ടിയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, മോനെ നീ എന്ത് ചെയ്യണം? ആ കുട്ടിയോട് പറഞ്ഞു, അസ്ലിം തസ്ലിം, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മുസ്ലിമാ, അള്ളാഹുവിന്റെ അടുക്കൽ നീ രക്ഷപ്പെടും. ഇത് കേട്ടപ്പോ കുട്ടി പിതാവിന്റെ മുഖത്തേക്ക് നോക്കി, പിതാവിന്റെ സമ്മതം ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ. അപ്പൊ പിതാവ് പറഞ്ഞു, മോനെ അത്തേ അബാ ഖാസിം, നീ അബൂ ഖാസിം പറയുന്നത് കേട്ടോ. അങ്ങനെ ആ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുകയും അതിനുശേഷം മരിക്കുകയും ചെയ്തു. അങ്ങനെ മരണം കഴിഞ്ഞ് റസൂല് പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഫഖറജ റസൂലുള്ളാഹി വഹുവ യഖൂൽ അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു ബി മിനന്നാർ. എന്റെ കാരണത്താൽ ആ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാഥാ, നിനക്കാണ് സർവസ്തുതിയും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മരണം നടന്ന ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഫർള് കിഫായയാണ്. സ്വന്തം ആളുകളാണ് അത് ചെയ്യേണ്ടത്. അവരില്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന മുസ്ലിം സമൂഹത്തിലെ അംഗങ്ങളുടെ ബാധ്യതയായി അത് മാറുമെന്നതാണ്. അപ്പൊ കൃത്യമായി മരണം എന്താണ് എന്നും മരണം യാഥാർത്ഥ്യമാണെന്നും ആ മരണത്തോട് എങ്ങനെ സമീപിക്കണമെന്നും ആ സമയത്തെ ശാരീരികവും മാനസികവുമായ എല്ലാ ഗൈഡൻസും എന്താണെന്നും പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതിൽ നിന്ന് അത് തിരിച്ചോടിയിട്ടില്ല. ലോകത്തുള്ള സർവ്വ മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളെ കുറിച്ചും വയറ് നിറയെയും വായ നിറയെയും സംസാരിക്കുകയും മരണമെന്ന യാഥാർത്ഥ്യം എത്തുമ്പോ ഒരു മുടന്തം കളി കളിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു അന്തസ്സില്ലായ്മ ഒരു അള്ളാഹുവിന്റെ മതത്തിനില്ല. കാരണം അള്ളാഹുവിന്റെ മതം അത് പൂർണ്ണമാണ് എന്നതാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിന്ന് നിങ്ങളുടെ ദീൻ അള്ളാഹു നിങ്ങൾക്ക് പൂർത്തി തന്നിരിക്കുന്നു. മരണത്തെ കുറിച്ചുള്ള കൃത്യമായ ഒരു അധ്യാപനം ഉണ്ടാകുന്നതോടുകൂടി മാത്രമേ മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രത്യയശാസ്ത്രത്തിന് പൂർണ്ണത ലഭിക്കുള്ളൂ. ആ പൂർണ്ണതയുള്ള മതമാണ് ഇസ്ലാം. ഇസ്ലാമിന് മാത്രമാണ് ആ പൂർണ്ണത അവകാശപ്പെടാനുള്ളത്. അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള പഠനവും പരിശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعل هذا البلد بلدا آمنا وسائر بلاد المسلمين. اللهم اجعل هذا البلد بلدا آمنا وسائر بلاد المسلمين. اللهم احفظ أمير هذا البلاد. اللهم وفقه لما فيه الخير وما تحبك يا أرحم الراحمين. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم إن أحييته منا فأحيه على الإسلام ومن توفيته منا توفه على الإيمان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.